2024 LPST പരീക്ഷ ജൂലൈ 20 കഴിഞ്ഞു. LPST പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലെ നമ്മുടെ വിവിധ ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായ സംശയമാണ്, ഇനി പഠിക്കണോ, എനിക്കിത്ര മാർക്കുണ്ട് എന്നുള്ള രീതിയിൽ പലരും ഫോൺ ചെയ്യാറുണ്ട്, മെസ്സേജുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വർഷത്തെ LPST പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ചുള്ള ഒരു അവലോകനം പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാർക്കിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു റേഞ്ചാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും PSC അതാത് സമയത്തെ പരീക്ഷയിൽ കുട്ടികൾ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അവർ കട്ട് ഓഫ് പറയും. എന്നാലും നമ്മുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും കട്ട് ഓഫ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം പരീക്ഷയെക്കുറിച്ചുള്ള ഒരു അവലോകനം പറയാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പരീക്ഷ. LPST പരീക്ഷയുടെ എക്സാം അനാലിസിസിലേക്ക് നോക്കുമ്പോൾ സൈക്കോളജിയിലെ 20 ചോദ്യങ്ങളിൽ പല ചോദ്യങ്ങളും കുറച്ച് മൈന്യൂട്ട് ലെവലിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ എടുക്കാം. സൈക്കോളജി എന്ന് പറയുന്നത് ഏതാണ്? ഡിഫിക്കൽട്ട് കാറ്റഗറിയാണ്. അതേപോലെ മലയാളം അത് അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ വന്നത്. ഇംഗ്ലീഷിലേക്ക് പോയാൽ അത് കുറച്ച് ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ മാത്സിലേക്ക് പോയാൽ അത് ഒരു മീഡിയം ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. അതേപോലെ GK ആൻഡ് സയൻസിൽ പലർക്കും വളരെയധികം കൺഫ്യൂഷൻ തന്ന ഒരു പരീക്ഷയാണ്. GKയിലും സയൻസിലും കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന് ആഡ് ചെയ്യപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എറർ പോസിബിലിറ്റി ഞാനൊന്ന് പറയാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ സൈക്കോളജിയിൽ 6 ക്വസ്റ്റ്യനിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മലയാളത്തിൽ 3 ചോദ്യങ്ങളിൽ എറർ പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ 2 ചോദ്യങ്ങളിലും, ദെൻ മാത്സിലേക്ക് വരുമ്പോൾ 4 ചോദ്യങ്ങളിലും എറർ പോസിബിലിറ്റി ഉണ്ട്. ആകെ ചോദ്യങ്ങൾ 15 ചോദ്യങ്ങൾ മാത്സിൽ. GK ആൻഡ് സയൻസിൽ 45 ചോദ്യങ്ങളിൽ 15 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എറർ പോസിബിലിറ്റി ഉള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലോ കട്ട് ഓഫിന് സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. ഇനി ഓരോ ജില്ലയിലെയും കട്ട് ഓഫിനെ കുറിച്ച് ഞാൻ ഏകദേശം അവലോകനം പറയാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് പ്രൈം ജില്ലകളാണ്. വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന നല്ല കാൻഡിഡേറ്റ്സ് ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് കട്ട് ഓഫായിട്ട് പ്രതീക്ഷിക്കാവുന്നത് ലോ കട്ട് ഓഫ് വരാവുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ ലോ കട്ട് ഓഫ് മുതൽ ഹയർ സ്റ്റേജിലേക്കാണ് നമ്മുടെ കട്ട് ഓഫ് റേഞ്ച് പോകുന്നത്. 44 മുതൽ 52 വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫായിട്ട് വരുന്നത്. ദെൻ കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി 45 മുതൽ 50 മാർക്ക് വരെ കട്ട് ഓഫിൻ്റെ രീതിയിൽ വരാം. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ താരതമ്യേന അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ്. കൂടുതൽ പോസ്റ്റിങ്ങിന് സാധ്യതയുള്ള കൂടുതൽ പേര് ലിസ്റ്റിൽ വരുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. 43 മുതൽ 50 വരെ കട്ട് ഓഫായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ 45 മുതൽ 50 വരെ കട്ട് ഓഫ് വരാവുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ 45 മുതൽ 50 വരെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാറ്റഗറൈസ് ജില്ലകളാണ്. ഇവിടെ താരതമ്യേന കട്ട് ഓഫ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന ജില്ലകളാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഈ ഒരു റേഞ്ചിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വരും എന്ന് ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. മാത്രമല്ല ഇനി അടുത്ത ജില്ലയിലേക്ക് നമ്മൾ പോകുമ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ 44 മുതൽ 49 വരെ കട്ട് ഓഫ് വരാം എന്നാണ് നമ്മുടെ നിഗമനമുള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 41 മുതൽ 47 മാർക്ക്. ഇതിൻ്റെ മാക്സിമം റേഞ്ചിനേക്കാൾ നിങ്ങൾ മിനിമം മാർക്ക് സ്ട്രാറ്റജിയാണ് നോക്കേണ്ടത്. കോട്ടയം ജില്ലയിൽ 43 മുതൽ 48 വരെയും, കണ്ണൂർ ജില്ലയിൽ 42 മുതൽ 47 വരെ മീഡിയം കോമ്പറ്റീഷൻ ലെവലുള്ള ജില്ലകളാണ്. ദെൻ ആലപ്പുഴ ജില്ലയിൽ 42 മുതൽ 47 വരെ കട്ട് ഓഫ് എന്ന് പറയാം. ദെൻ പത്തനംതിട്ട ജില്ല, അതേപോലെ വയനാട്, ഇടുക്കി, കാസർഗോഡ് താരതമ്യേന കട്ട് ഓഫ് കുറയുന്ന ജില്ലകളാണ്.
പത്തനംതിട്ട ജില്ലയിൽ 37 മുതൽ 43 വരെയുള്ള കട്ട് ഓഫും, വയനാടും സെയിം പാറ്റേണിൽ വരാം 37 മുതൽ 43 വരെ. അതേപോലെ ഇടുക്കിയിൽ 37 മുതൽ 44 വരെയും, കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം കുറച്ചുകൂടി കട്ട് ഓഫ് വരാവുന്ന കുറച്ചുകൂടി ആപ്ലിക്കൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 38 മുതൽ 45 വരെയുള്ള ഒരു കട്ട് ഓഫ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൈം ആയിട്ടുള്ള വളരെ എല്ലാവരുടെയും മാർക്കുകൾ, കുറേ മാർക്കുകൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഓഫാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയാം, എല്ലാവരും ഇനി പഠിക്കണോ, LP ഉറപ്പായിട്ടും കിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 50-ന് മുകളിലുള്ളവർ ഉറപ്പായിട്ടും എന്നിട്ട് LP ലിസ്റ്റിൽ വരും എന്നുള്ള ഒരു തീർച്ചയായിട്ടുള്ള ആ ഒരു സാധ്യതയുണ്ട്. 100% 50-ന് മുകളിലുള്ള ഒരു കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഒരു ജില്ലയിലും ഇല്ല. എന്നാൽ ഈ കട്ട് ഓഫിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾ ഓർത്തു വെക്കുക. എന്നാലും അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക. PSC പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നത് വരെ നിങ്ങളുടെ ശ്രമം തുടരുക. തുടർന്നുള്ള പരീക്ഷകൾ നല്ല രീതിയിൽ സജ്ജരാവുക. എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.